The basic tools for measurement of epidemiology are options: morbidity, mortality and disability, epidemic, pandemic and endemic, rates, ratios and proportions, incidence and prevalence. Correct answer is rates, ratios and proportions. ബേസിക് ടൂൾസ് ഫോർ മെഷർമെൻറ്റ് ഓഫ് എപ്പിഡെർമിയോളജി എന്ന് പറയുന്നത് റേറ്റ്സ്, റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ആണ്. എപ്പിഡെർമിയോളജി ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് സ്റ്റേറ്റ്സ് ഓർ ഇവൻറ്റ്സ് ഇൻ സ്പെസിഫൈഡ് പോപ്പുലേഷൻസ് ആൻഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദി സ്റ്റഡി ടു കൺട്രോൾ ദ ഹെൽത്ത് പ്രോബ്ലംസ്. എപ്പിഡെർമി എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. അതായത് എങ്ങനെ അസുഖം കമ്മ്യൂണിറ്റിയിൽ വരുന്നു, എന്തുകൊണ്ട് വരുന്നു തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ഒരു പ്രത്യേക പോപ്പുലേഷനിലുള്ള സ്റ്റഡി നടത്തിയിട്ട് ആ ഒരു സ്റ്റഡിയെ ആ ഒരു ഡിസീസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് നമുക്ക് എപ്പിഡെർമിയോളജി എന്ന് പറയാം. അതൊരു വലിയൊരു ശാസ്ത്രശാഖയാണ്. ദ ഡെഫിനിഷൻ ഓഫ് എപ്പിഡെർമിയോളജി ഡിസ്ട്രിബ്യൂഷൻ റെഫേഴ്സ് ടു ഓപ്ഷൻസ് why and how, causes and risk factors, when, where and who, none of the above. കറക്റ്റ് ആൻസർ ഈസ് വെൻ, വെയർ ആൻഡ് ഹൂ. ബട്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോൾ, എവിടെ, എങ്ങനെ, ഏത് ഓർഗാനിസം കൊണ്ടാണ് ഈ ഒരു അസുഖം ബാധിച്ചത് എന്നുള്ളതിനെ പറ്റി പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷൻ കവേഴ്സ് ടൈം, വെൻ, പ്ലേസ്, ഏത് സ്ഥലത്ത് വെച്ച്, വെയർ ആൻഡ് പേഴ്സൺ, ഹൂ. വേറസ് ഡിറ്റർമിനൻസ് കവേഴ്സ് കോസസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്. ഡിറ്റർമിനൻസ് പറയുന്നത് കോസസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് വൈ ആൻഡ് ഹൗ, എന്തുകൊണ്ട്, എങ്ങനെ സംഭവിച്ചു എന്ന് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ പറയുന്നു. റിസർവോയർ ഓഫ് ആൻ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് ക്യാൻ ബി ഓപ്ഷൻസ് ഹ്യൂമൻ, ആനിമൽ, എൻവയോൺമെൻറ്റ്, ഓൾ ഓഫ് ദ എബോവ്. കറക്റ്റ് ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബോവ്. റിസർവോയർ എന്ന് പറയുന്നത് ഹ്യൂമണോ, അനിമലോ, എൻവയോൺമെൻറ്റോ ആരുമാകാം. റിസർവോയർ ഈസ് ദ പ്രിൻസിപ്പൽ ഹാബിറ്റേറ്റ് ഇൻ വിച്ച് എ പാത്തോജൻ ലീവ്സ്, ഫ്ലൗറിഷസ് ആൻഡ് ഈസ് ഏബിൾ ടു മൾട്ടിപ്ലൈ. കോമൺ റിസർവോയേഴ്സ് ഫോർ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്സ് ഇൻക്ലൂഡ്സ് ഹ്യൂമൻസ്, അനിമൽസ് ഓർ ഇൻസെക്ട്സ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും പാത്തോജന് വളരാൻ സാഹചര്യമുള്ള എന്തിനേയും നമുക്ക് റിസർവോയർ എന്ന് പറയാം. അതൊരു പക്ഷേ ഒരു അനിമലാകാം, മനുഷ്യനാകാം, ഇൻസെക്ട്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷമാകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസീസസ് ദാറ്റ് ആർ ഓൾവേസ് പ്രസൻറ്റ് ഇൻ എ കമ്മ്യൂണിറ്റി യൂഷ്വലി അറ്റ് ലോ, മോർ ഓർ ലെസ് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ആർ ക്ലാസിഫൈഡ് ആസ് ഹാവിങ് ആൻഡ് ഡാഷ് പാറ്റേൺ. ഓപ്ഷൻസ് എപ്പിഡമിക്, എൻഡമിക്, പാൻഡമിക്. Correct answer is endemic. Diseases that have an endemic pattern may or may not be contagious, but they are always present in a community. Malaria, arthritis, tooth decay and high blood pressure are examples of endemic diseases in some communities. So ഇതൊരു അസുഖങ്ങൾ ഇത് കണ്ടാജിയസ് ആകണമെന്നില്ല, പക്ഷേ ഒരുപക്ഷെ കണ്ടാജിയസ് ആയേക്കാം. ആ ഒരു സ്ഥലത്ത് അത് അസുഖമുണ്ട്, ഒരു പ്രത്യേക സീസണിൽ വരുന്നു, പോകുന്നു. മലേറിയ സാധാരണ നമ്മുടെ മംഗലാപുരം പോലെയുള്ള സിറ്റികളിൽ ഉണ്ടാകാറുണ്ട്, അതൊരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഓഫ് ദ മേജർ ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ദ പൂറർ നേഷൻസ് ആർ ഡ്യൂ ടു ഓപ്ഷൻസ് പാരസൈറ്റിക് വേംസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്, സൈക്കോളജിക്കൽ ടെൻഷൻ റിസൾട്ടിംഗ് ഫ്രം വർക്ക്, എയർ പൊല്യൂഷൻ. So the correct answer is parasitic worms and microorganisms. 20th century, the most common debilitating diseases in industrialized nations were caused by worms and microorganisms, tapeworms, roundworms, viruses, bacteria, protozoa, fungi, etc. These parasites along with malnutrition still cause most of the major health problems in the poorer nations. അപ്പോൾ ഇന്ത്യ പോലെയുള്ള, പാകിസ്ഥാൻ പോലെയുള്ള പൂറർ നേഷൻസ് ലൈക്ക് ഡെവലപ്പിംഗ് കൺട്രീസിൽ, നൈജീരിയ, അതുപോലെ ഇറാൻ തുടങ്ങിയ കൺട്രികളിലൊക്കെ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ്, അതായത് വേംസ് ആണ് കൂടുതൽ പ്രശ്നകാരികളാകുന്നത്. വൈറസസ്, ബാക്ടീരിയ, ഇവയുടെ കൂടെ ന്യൂട്രീഷണൽ പ്രോബ്ലം കൂടെ വരുന്നു സ്വാഭാവികമായിട്ട്. അതാണ് പൂറർ നേഷൻസിനെ കൂടുതലായിട്ട് ബാധിക്കുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ്
is the sudden occurrence of disease in a community? Options: outbreak, pandemic, syndromic, synergistic. Correct answer is outbreak. പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു അസുഖമാണ് ഔട്ട്ബ്രേക്ക് എന്ന് പറയുന്നത്. An outbreak is the sudden occurrence of diseases in a community. The community has never experienced the disease before or when the cases of that disease occur in numbers greater than expected in a defined area. ഒരു സ്ഥലത്ത് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു അസുഖം, ആ അസുഖം നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ അപകടകാരിയാകുന്ന ഒരു അസുഖമായേക്കാം. വാട്ട് പ്രിക്കോഷൻസ് ഡു വി യൂസ് വിത്ത് എവറി പേഷ്യൻറ്റ്? ഇപ്പോൾ സാധാരണ എല്ലാ പേഷ്യൻസുമായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. വാട്ട് പ്രിക്കോഷൻസ് ഡു വി യൂസ് വിത്ത് പേഷ്യൻസ് വിത്ത് പോസിബിൾ ട്യൂബർക്ലോസിസ്? എയർബോൺ പ്രിക്കോഷൻസ്. അപ്പോൾ എയർബോൺ പ്രിക്കോഷനാണ് ട്യൂബർക്ലോസിസ് പേഷ്യൻറ്റുമായിട്ട് നമ്മൾ ആ ഒരു പ്രിക്കോഷനാണ് എടുക്കേണ്ടത്. വാട്ട് പ്രിക്കോഷൻസ് ഡു വി യൂസ് വിത്ത് എ പേഷ്യൻറ്റ് വിത്ത് പ്രൊഫ്യൂസ് ഡയറിയ? കോണ്ടാക്ട് പ്രിക്കോഷൻസ്. കോണ്ടാക്ട് പ്രിക്കോഷനാണ് ഒരു ഡയറിയ പേഷ്യൻറ്റുമായിട്ട് നമ്മൾ എടുക്കേണ്ടത്, അതായത് നമ്മൾ ടച്ച് ചെയ്യാനൊന്നും പാടില്ല. വാട്ട് പ്രിക്കോഷൻസ് ഡു വി യൂസ് വിത്ത് പേഷ്യൻറ്റ് ദാറ്റ് മേ ബി ഹാവ് വൂപ്പിംഗ് കഫ്? ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് ലൈക്ക് കോവിഡ് പേഷ്യൻസ്, വൂപ്പിംഗ് കഫ് പേഷ്യൻസുമായിട്ട് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് നമുക്ക് മാസ്ക്, ഡബിൾ മാസ്ക്, അതുപോലെ N95 മാസ്ക്, ഷീൽഡ് എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും പ്രിക്കോഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ അസുഖങ്ങളുമായിട്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രിക്കോഷൻസ് ആണ് ഉപയോഗിക്കുന്നത്? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, എയർബോൺ പ്രിക്കോഷൻസ്, കോണ്ടർ പ്രിക്കോഷൻസ് ആൻഡ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. യു ക്യാൻ എക്സ്പെക്ട് ദീസ് ക്വസ്റ്റ്യൻസ് കമ്മിങ് എക്സാംസ്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. Thank you. All the best for your coming exam.